നടി ദിവ്യാണിയെ കുരിശിൽ തറച്ചൊരു വിവാദമുണ്ട്. അത് നടൻ കലാഭവൻ മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. കലാഭവൻ മണിയും ദിലീപും ഒക്കെ അഭിനയിച്ച കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യാണി നായികയായിട്ട് വരുന്നത്. കല്യാണ സൗഗന്ധികം എന്ന സിനിമ അത് സംവിധാനം ചെയ്തത് വിനയനാണ്. ആ ചിത്രത്തിൽ കലാഭവൻ മണി ദിവ്യാണിയുടെ മുറച്ചെറുക്കനായിട്ടാണ് വരുന്നത്. അഭിനയിക്കുന്നത് ഭയങ്കര കോമഡിയാണ് ആ കഥാപാത്രം. അപ്പോൾ ദിവ്യാണി ഈ മുറച്ചിറക്കൻ എന്നൊക്കെ പറയുന്ന ഇപ്പൊ ആരാണ് എൻ്റെ മുറച്ചിറക്കനായിട്ടൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ കലാഭവമണിയാണെന്നൊക്കെ പറഞ്ഞു. അയ്യേ എനിക്കെങ്ങും വേണ്ട, എനിക്ക് നല്ല വെളുത്ത ചെറുക്കനെ മതി എന്നൊക്കെ പറഞ്ഞു വിനയനോട് പറഞ്ഞു എന്നൊരു കാര്യം കലാഭവൻ മണി തന്നെ തുറന്ന് പറയുന്നുണ്ട്. ഒരു പഴയൊരു അഭിമുഖത്തിലാണ്. ആ ഒരു അഭിമുഖത്തിന്റെ അത് പ്രചോദമായിട്ടുള്ള സംസാരിക്കുമ്പോഴാണ് കലാഭവൻ ഈ കാര്യം തുറന്ന് പറയുന്നത്. അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വെക്കാം. വീഡിയോയിലൊന്നും നമ്മൾ ഇത് ഉൾപ്പെടുത്തുന്നില്ല, കാണിക്കുന്നില്ല. കൈരളി പോലൊരു ചാനലിന്റെ വീഡിയോ ആയതുകൊണ്ട് നമുക്കതൊക്കെ തൊടാൻ പേടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അതിന്റെ പേരിൽ കലാമണിയുടെ നായികയായിട്ട് ദിവ്യാണി അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിവാദവും കലാഭവമണിയുടെ ആരാധകരും അല്ലാത്തവരും ഒക്കെ ദിവ്യാണിയെ ഭയങ്കരമായിട്ട് കുരിശ് തറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും ഇന്നും അങ്ങനെ പറഞ്ഞ് ദിവ്യാണിയെ പലരും പല വീഡിയോസും ചെയ്തിടാറുണ്ട്. കാരണം അതല്ല സത്യമെന്ന് നമുക്ക് കലാഭവൻ മണിയുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെയല്ല ദിവ്യാണി ഉദ്ദേശിച്ചതെന്ന്. ദിവ്യാണി പാർത്ഥിപൻ, തമിഴ് നടൻ പാർത്ഥിപന്റെ നായികയായിട്ടുണ്ട്. പാർത്ഥിപൻ എന്ന് പറഞ്ഞാൽ നല്ല കറുത്തൊരു മനുഷ്യനാണ്. തമിഴിലെ അറിയപ്പെടുന്ന സംവിധായകനും നടനും ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയൊക്കെ നായികയായിട്ട് അഭിനയിച്ചപ്പോഴും ദിവ്യാണിയെ ഒരുപാട് പേർ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാശ് കൂടുതൽ കിട്ടിയാൽ നീ അപ്പോൾ നിനക്ക് കറുപ്പൊന്നും പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദിവ്യാണിയെ ഒരുപാട് പേർ അധിക്ഷേപിച്ചിട്ടുണ്ട്. സത്യത്തിൽ ദിവ്യാണി ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് കലാഭവൻ പറയുന്നുണ്ട്. അത് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്കിത് പറയാനുള്ളത്, ദിവ്യാണി അതിൽ ഒരു നിരപരാധിയാണ്. ദിവ്യാണിയെ ക്രൂശിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പാവം ദിവ്യാണി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിൽ പലരും ഇപ്പോൾ ദിവ്യാണി അങ്ങനെ പറഞ്ഞു തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെയാണ് നടിമാരൊക്കെ കൂടുതൽ കാശ് കിട്ടിയാൽ അല്ലെങ്കിൽ കാശ് കൊടുത്താൽ ഇങ്ങനെ കറുത്തതായിട്ടുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കുമോ എന്നൊക്കെ ഒരു കാര്യം ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ദിവ്യാണിയൊക്കെ കലാഭവനിയുടെ നായികയായിട്ട് അഭിനയിക്കാൻ തയ്യാറായിരുന്നു. അതൊക്കെ വെറുതെ തമാശയായിട്ട് ഒരു പറഞ്ഞ ഒരു കാര്യമാണ് വലിയ വിവാദം പുറത്തോട്ട് വലിയൊരു തെറ്റിദ്ധാരണയായിട്ട് വരുന്നത്. ദിവ്യാണി അതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. പല ചോദിച്ചിട്ട് ദിവ്യാണി അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ദിവ്യാണി കലാഭവനിയുടെ കല്യാണത്തിന് വന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഈ അടുത്ത കാലത്ത് വൈറലായിരുന്നു കേട്ടോ. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഇന്ദ്രൻ സ്റ്റേറ്റിന്റെ നായികയായിട്ട് നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമിയെ സംവിധായകരൊക്കെ സമീപിച്ചിരുന്നു. അപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമി ഇന്ദ്രൻസിന്റെ നായികയാവാൻ സമ്മതിക്കുകയും ചെയ്തു. ഇന്ദ്രൻസിന്റെ നായികയായിട്ട് ഒരു ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാറായപ്പോൾ അങ്ങോട്ടാണ് അറിയുന്നത് അത് ഇന്ദ്രൻസ് ആണ്, ഇന്ദ്രിയത്തല്ലെന്ന്. ലക്ഷ്മി ഗോപാലസ്വാമി തെറ്റിദ്ധരിച്ചാണ് ഇന്ദ്രിയത്തിന്റെ നായികയായിട്ടാണ് തന്നെ വിളിച്ചതെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, അത് ഇന്ദ്രൻസിന്റെ പടത്തിലേക്കായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിനും സീരിയലുകളിൽ നിന്ന് നായികയെ തപ്പിയെടുക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നായികയായിട്ട് അഭിനയിക്കാൻ മുൻനിര നടിമാരൊന്നും തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ടിനി ടോം നായകനായ ഒരു സിനിമയിൽ നമ്മുടെ പ്രിയാമണിയെ സമീപിച്ചിരുന്ന നായികയായിട്ട്. പ്രിയാമണി തയ്യാറായില്ല. അങ്ങനെ നടിമാര് ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ ആശാ ശരത്തിന് ഇന്ദ്രൻസിനെ നായികയായിട്ട് വിളിച്ചപ്പോൾ അവരും തയ്യാറായില്ല. ആശാ ശരത്തും ഇന്ദ്രൻസിന് നായികയാവാൻ തയ്യാറായില്ല. കാരണം അതിനുശേഷം പിന്നെ ഇവരുടെയൊക്കെ കരിയർ താഴോട്ട് പോകും. പക്ഷെ അങ്ങനെ പോകാത്തൊരു നടി ഉർവശി മാത്രമാണ്. ഉർവശി മുൻനിര നടന്മാരുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കുമ്പോഴും ജഗദീഷിന്റെയും അതുപോലെ ശ്രീനിവാസന്റെയും ഒക്കെ നായികയായിട്ടുള്ള നടിയാണ്. അവർ താഴോട്ട് പോയിട്ടില്ല. പിന്നെയും സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടേ ഉള്ളൂ. അത് അന്നത്തെ കാലം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ.